എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മളെ ഷിൻചാനും കാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ ഷിൻചാനും കാളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് കാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ ഷിൻചാനും നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇന്ന് രാവിലെ ആയിരുന്നു വന്നത്. എടാ ഷിൻചാനെടാ പെട്ടെന്ന് വാടാ പോവണ്ടേടാ, നീയല്ലേ പറഞ്ഞ പോണമെന്ന്. എന്തായാലും ഗൈസ്, അപ്പോൾ നമ്മൾ ബൈക്കും കളക്കുന്ന വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം, അല്ലെങ്കിൽ കള്ളന്മാരുണ്ട് ഗൈസ്. അപ്പം നമ്മൾ എവിടെ പോകുന്നതല്ലേ ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഒരു ഗോസ്റ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇച്ചിരി ദൂരെയുള്ളതാണ് കേട്ടോ ഗൈസ്. ഒരു ഗോസ്റ്റ് ഹൗസാണ് മോനെ, വൈബാണ്. എല്ലാവരും പറയുന്നത് വെച്ചാൽ അവിടെ കുറേ ഗോസ്റ്റിനെയൊക്കെ അവർ കണ്ടിട്ടുണ്ടെന്നാണ്, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പം അതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ഗൈസ് ഞാൻ രാവിലെ തന്നെ എണീറ്റത്. എന്തായാലും ബൈക്ക് ഇവിടെ ഈ ജിമ്മിൽ ഇരിക്കട്ടെ ഗൈസ്, ഇവിടെ ഇരിക്കട്ടെ. കൊള്ളാം ഗൈസ്. അപ്പം ഷിൻചാൻ്റെ പപ്പങ്ങൾക്ക് എനിക്ക് വേണ്ടി ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം ഈ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട് ഗൈസ്, ആ ഷിൻചാൻ്റെ പപ്പ എനിക്കൊരു നൈസിനൊരു ബൈക്ക് തന്നത്. അടിപൊളി ബൈക്കാണ്. ഈ ഷിൻചാൻ കാറിൽ കയറി ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇവിടാണ്ട് ഒളിച്ച് നിന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു കാറിലല്ല ഗൈസ് പോകുന്നത്, ഇല്ല അടിപൊളി സാധനത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ബുഗാട്ടിയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എടാ ഷിൻചാൻ അതാണ് ഗൈസ്. അപ്പോൾ ഷിൻചാൻ്റെ കളി കയറിയിരിപ്പുണ്ട്. എടാ ഷിൻചാനെ പിന്നെ എന്തൊക്കെയോ ഉണ്ടോ ഈ ഷിൻചാന് പോയോ മിണ്ടാൻ പറ്റത്തില്ല. അവൻ്റെ പല്ലിന് ചെറിയ കുഴപ്പമുള്ളതുകൊണ്ട് അവൻ കുറേ ചോക്ലേറ്റൊക്കെ തിന്ന് പാവും. അവൻ്റെ പല്ലെല്ലാം പോയോണ്ടെങ്കിൽ അവന് മിണ്ടാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം ഷിൻചാൻ്റെ വോയിസ് കാണത്തില്ല കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ആ ഗോസ്റ്റ് ഹൗസിലോട്ടും കാളൊക്കെ പോവാം ഗൈസ്. അപ്പം ഗോസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി പ്ലെയിനിലല്ല ഗൈസ് നമ്മൾ പോകുന്നത്, നമ്മളാണെങ്കിൽ നമ്മളെ കാറിൽ തന്നെയാണ് പോകുന്നത്. നേരത്തെ യാത്രയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഇച്ചിരി യാത്ര ചെയ്താണ് ഗൈസ് ഞാൻ അവിടെ പോകുന്നത്. ഇച്ചിരി കറങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഒരു പരിചയമുള്ള വീട് കണക്കാണ് ഗൈസ് അത് കിടക്കുന്നത്. അപ്പം അത് വേറെ ആരെയും വീടല്ലായിരുന്നു ഗൈസ്. അപ്പം നമ്മളെ ഒരു വീടാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ ജോണിൻ്റെ വീടാണ് കേട്ടോ ഗൈസ്. അപ്പം ജോണിൻ്റെ വീട്ടിലും കാളിലൊക്കെ ആണെങ്കിൽ ചെറിയ പ്രേത ശല്യം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു കേട്ട്. ഞാൻ വെച്ച് വെറുതെ കോമഡിയാണെന്ന്. എന്തായാലും അവനെ ഞാൻ ഇവിടുന്ന് ഒരിപ്പിച്ച് എൻ്റെ വീട്ടിലോട്ട് കാളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നൈസിന്. എന്തായാലും ഇവൻ്റെ വീട് ഇതിലൊന്ന് താമസിച്ച് നോക്കാം ഗൈസ്. അവൻ കള്ളം പറഞ്ഞാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല മച്ചാന്മാരെ. എന്തായാലും ഒന്ന് ഇവിടെ താമസിച്ച് നോക്കണം. തുറക്കുന്നില്ല ഗൈസ്. കൊള്ളാം ഗൈസ്, പ്രേതശല്യമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങനെ നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാം. എൻ്റെ മോനെ ഗൈസ്, ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പനാണ് ഗൈസ് പ്രേതശല്യം. ഇതിവിടെ എനിക്ക് തോന്നുന്നു പ്രേതശല്യമൊന്നും കാണത്തില്ലെന്ന് കേട്ടോ ഗൈസ്. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു കാണത്തില്ല. എടാ ഷിൻചാന് പല്ലുവേദനയാണ്. ഷിൻചാൻ പയ്യെ കയറി വന്നാൽ മതി. വലിയ ധൃതിയൊന്നും കാണിക്കണ്ട. പയ്യെ കയറി വന്ന് മേളിലോട്ട് നീ പൊയ്ക്കോ ഇതല്ലേ ഗൈസ്. അപ്പം നമുക്കൊന്ന് മേളിലേക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് മേളിലോട്ട് ഞങ്ങളൊക്കെ പോവാം. ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ മേളിലും കാളൊക്കെ കൊണ്ടുപോയി ബാഗ് ഞാൻ ഊരി വെക്കട്ടെ ഗൈസ്. അപ്പം ഇവിടെ വൺ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടുള്ളതാണ്. കൊള്ളാം ഗൈസ്, ഈ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രേതശല്യം തുടങ്ങി. ഞാനിങ്ങനെ ഇതിൻ്റെ മണ്ടേ വന്ന് കൊള്ളാം ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞത് ഗൈസ് ഞാൻ ഓക്കെ ഗൈസ്. നമുക്കാണെങ്കിൽ ബാഗൊക്കെ ഒന്ന് ഊരി വെക്കാം. സൂപ്പറാണ്, റെഡിയായ ഷിൻചാൻ. ഈ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ ഷിൻചാനൊരു സന്തോഷമാണ് ഗൈസ്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ അങ്ങനത്തെ കൊള്ളാത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചെറുതാണ്. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ വന്ന് വീണ് ഗൈസ്. ഇതെങ്ങനെ ഗൈസ് മര്യാദയ്ക്ക് ഇറങ്ങി വന്നാൽ ഞാൻ അപ്പം ഞാൻ പറഞ്ഞതാണ് ഈ സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത്. എനിക്കത് സ്റ്റെപ്പിൻ്റെ ആണെന്ന് കേട്ടോ ഗൈസ്. അപ്പം ഈ രീതിയൊക്കെ ഞാനൊന്ന് ഫുള്ളൊന്ന് കറങ്ങി കാണട്ടെ ഗൈസ്. അപ്പം ഫുള്ള് കറങ്ങി കാട്ടെ ഗൈസ്. അപ്പം ഷിൻചാൻ എന്ത് ചെയ്തു നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഷിൻചാനോടെ പോയി ഇവിടെ വല്ലതും കാണുക ഗൈസ്. നമ്മൾ ഷിൻചാനും കളക്കാം. ഇവിടെ വല്ലതും ഒളിച്ച് നിൽക്കായിരിക്കും ഗൈസ്. നമ്മൾ പ്രാങ്ക് ചെയ്യാൻ നൈസിന് ഒളിച്ച് വല്ലതും നിൽക്കായിരിക്കും അവൻ. എനിക്കറിയാടാ ഷിൻചാനടാ, വാടാടാ, ഇറങ്ങി വാടാ. അതിനാ ഇവൻ്റെ കാറിലുണ്ടാടാ, കാറിലുണ്ടാടാ. കാറിലൊന്നുമില്ലല്ലോ. അവൻ മേളി പിടിച്ച് ഗൈസ്. അപ്പോൾ അവൻ മേളിൽ തന്നെ പോയി കാണും ഗൈസ്. ഞാൻ താഴെ ഇറങ്ങിയ ടൈമിൽ മേളിൽ പോയി കാണും. എൻ്റെ അടുത്താണോ കളി ഞാൻ കണ്ടുപിടിക്കും. അവിടെ ഷിൻചാൻ മോനടാ, ഒളിച്ചിരിക്കുന്നവനിങ്ങ് ഇറങ്ങി വാടടാ ഗൈസ്. അവനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ മച്ചന്മാരെ. ഇവിടെ കാണും കൊച്ചിക്കൽ ഗൈസ്. അവനെ കാണാൻ വയ്യ
ഗൈസ് അവനെ കാണുന്നില്ല ഗൈസ് ഇവിടെ ഒന്നും. എൻ്റെ മോനെ ഗൈസ് സീനായി ഗൈസ്. ഗൈസ് അപ്പം ഫുള്ള് തേഞ്ഞ് ആ ഗൈസ് ഇവിടെ നമ്മൾ പെട്ട് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു വരി പറ ഗൈസ്. പോയി നമ്മൾ വിറ്റടക്കി വിട്ട് ഗൈസ്. എനിക്ക് അവൻ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഗോസ്റ്റ് ഹൗസ് തന്നെ. ഇവിടെ എൻ്റെ തല ഇടിച്ച് ഗൈസ് ഇവിടെ പൊട്ടി ഗൈസ്. എന്തായാലും നമുക്കാണെങ്കിൽ ഷിൻചാനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോടാ. ഷിൻചാനെ കണ്ടുപിടിക്കാൻ വെച്ച് ടാസ്ക്കുള്ള പരിപാടിയാണല്ലോടാ ഷിൻചാനെ. ഇവിടെ വീഴ്ചയെന്ന് വെച്ചാൽ വീഴ്ചയാണ് ഗൈസ്. ഇവിടെ ബ്ലഡ് അതുകൊണ്ട് ഗൈസ് അവിടെ ബ്ലഡ് ഗൈസ്. ഈ വീട് പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ രാത്രി വരെ അവൻ താമസിക്കാനാണ് പറഞ്ഞത്. എന്തായാലും ഗൈസ് എനിക്ക് ചെറിയൊരു പേടിയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ മേളത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഗൈസ് എന്തായാലും ഇച്ചിരി രാത്രി ആവട്ടെ മച്ചാൻ വരെ. രാത്രി ആവട്ടെ. മഴയും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല മഴയും കാലൊക്കെ പെയ്യുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഗൈസ്. ഉറങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇവിടെ തോന്നിയില്ല ഗൈസ്. നല്ല മഴയും കാലൊക്കെ വീഴുന്നുണ്ട് ഗൈസ്. കാറ് എന്താണ് അതിന് സൗണ്ട് പോലെ ഗൈസ്. എനിക്ക് തോന്നുന്നതാണോ ഗൈസ് ഒരു സൗണ്ട് പോലെ. ഈ വീട് എനിക്കുള്ളതാടാ. ഈ വീട് നിൽക്കുന്നതിന് മുമ്പേ എൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നീ എന്താ ചെയ്തില്ലേടാ? നിങ്ങളെ ഞാൻ കൊല്ലുവാടാ. ഇത് കുറെ ഇട്ട് ബലപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലം നീ എത്രയും വേഗം പൊത്തിയോ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലും. നിന്നെ ചോര ഞാൻ ഉണ്ടാക്കും. ഇറങ്ങിപ്പോടാ ഫ്രാങ്കടാ. എന്നെ കൊണ്ട് വെറുതെ പണി എടുപ്പിക്കല്ലേ. പോടാ ഫ്രാങ്കല്ലേ. ഇപ്പൊ പെട്ടെന്ന് തന്നെ പൊക്കോ. നിന്റെ ഉടുപ്പും സാധനവും പെട്ടെന്ന് തന്നെ പൊക്കോ. അതല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പോടാ. ഗൈസപ്പം ഇവിടെ പ്രേതമൊക്കെ സംസാരിക്കുന്നു ഗൈസപ്പം. സോ ഇവിടെ നമുക്ക് ലഗേജ് ഒന്നും എടുക്കാൻ സമയമൊന്നുമില്ല ഗൈസ്. വീട്ടിൽ തന്നെ പോവാ. ഷിൻചാനൊക്കെ ഇവിടെ പോയി എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. ഷിൻചാനടാ വണ്ടി കയറും. എൻ്റെ മോനെ ഗൈസ്. അപ്പം നമ്മളെ ഷിൻചാനെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇപ്പം ഷിൻചാൻ എവിടെ പോയെന്നാണ് ഞാൻ ചോദിച്ചത് ഗൈസ്. അപ്പം എന്തായാലും ഷിൻചാനടാ വണ്ടി കയറിടാ. ഗേറ്റ് റൈഡാടാ മോനെ ഡേ. കൊള്ളാം ഗൈസ്. പോട്ട്. ഈ ഒരു വീട് നമുക്ക് ഇവിടുന്ന് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പോകുന്നതിന് ഇപ്പോൾ ചെറിയൊരു പണിയുണ്ട്. ഇച്ചിരി ബോംബെടുത്ത് എറിഞ്ഞ് ബ്ലാസ്റ്റ് ആക്കിയിട്ട് പോകാം ഗൈസ്. അപ്പോൾ വെറുതെ ഇവിടെ നിന്ന് പോകണ്ട. പ്രേതമൊക്കെ ഒന്ന് കഴിഞ്ഞ് പോയെങ്കിൽ കഴിഞ്ഞ് പോട്ട് ഗൈസ്. അത്രയും നല്ലതാണ്. ഇച്ചിരി ബോംബൊക്കെ ഇങ്ങോട്ട് എറിയാം. ഞാൻ 5-6 വാരി എറിയുന്നുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അത്യാവശ്യം എൻ്റെ ഇരിപ്പുണ്ട് ഗൈസ്. ആ എണ്ണ എല്ലാം അടുത്ത് ഞാൻ എറിയുന്നുണ്ട് ഗൈസ്. അത്രയും മതി കേസ്. ഇവിടെ നിന്ന് മാറാം. അച്ഛന്മാരെ വല്ലാത്തൊരു പണിയായിപ്പോയി നമുക്ക് അവൻ തന്നത് ഗൈസ്. ഇത്ര പെട്ടെന്ന് പോവാം. പ്രയത്തിനൊക്കെ ഞാൻ കഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഷിൻചാൻ ഉറങ്ങി കേട്ടോ ഗൈസ്. ഷിൻചാനൊക്കെ ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. കാരണത്തിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്. നല്ല മരയും അതിനോടൊപ്പം ഗോസ്റ്റും ഗൈസ്. കൊള്ളാം ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. അതാണ് ഗൈസ് നമ്മളത് ആരോഗ്യത്തിന് നല്ലത്. അവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ വിചാരിച്ചവൻ വെറുതെ കള്ളവാണ്ട് പറഞ്ഞതാണെന്ന് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോയി ഗൈസ്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കാലൊക്കെ ഇടുന്നതായിരിക്കാം. എന്തായാലും ഗൈസ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെത്തിയില്ല.